അപ്പോ ഹരി മീരയെ ഇഷ്ടപ്പെടുന്നു? അതെ. എത്ര ഇഷ്ടപ്പെടുന്നു? ഒരുപാട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഈ ആകാശമുട്ടെ? ആ. അപ്പൊ ഹരി മീരയെ ഈ ആകാശമുട്ടെ ഇഷ്ടപ്പെടുന്നു. നീ എന്നോട് ചോദിക്കും ഞാൻ എത്ര ഇഷ്ടപ്പെടുന്നു എന്ന്. ചോദിക്കേ. ചോദിക്കുന്നില്ല. ആ, ചോദിക്കുന്നില്ല. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? മീരല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല. എന്റെ ജീവിതത്തിൽ. ആ. ഇന്നാ ഇതൊക്കെ ഒരു നിമിത്തം. അല്ലെങ്കിൽ ഇത്രയും കാലം വിവാഹത്തിന്റെ കാര്യം പോലും ഞാൻ ആലോചിക്കായിരുന്നു. എന്താ? പെണ്ണ് കിട്ടാത്തതുകൊണ്ട്. എനിക്കോ? എനിക്കോ? എന്താ വലിയ കാമദേവനാണെന്ന വിചാരം? ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണം എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന? എന്താ? ആ മത്തങ്ങ കവളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാതിരി തോളും തൂക്കിയിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്തിന്ന്. എന്റെ കിന്ന ആ മൂക്കൊന്ന് പൊത്തിപ്പിടി. ഏതെങ്കിലും പെമ്പിള്ളേരൊന്ന് നോക്കിക്കോട്ടെ ആ മുഖത്തേക്ക്. മണി വലിയ ആളാവണ്ട, വലിയ ആളാവണ്ട. I'm sorry. വേണ്ട, ഞാൻ തുടച്ചു തരാം. അതിലും വീണോ? കൂട്ടുകാർക്കുണ്ടല്ലോ നല്ല സമാനത. ചായ കുടിക്ക. വല്ലാത്ത ചൂടൊന്ന് ആറിക്കോട്ടെ എന്നിട്ട് കുടിക്കാം. ഗുപ്തന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ച് തുടങ്ങിയത്. തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തന് ഇഷ്ടം. ഇതാണ് മോഹിനിയുടെ കത്തുകളും കവിതകളും. ചായ കുടിക്ക്.